ഞാൻ പോണ് അങ്ങ് വീട്ടിൽ പോണ്. ഞാനേ അങ്ങ് എന്റെ വീട്ടിൽ പോണ്. ഞാൻ എന്റെ വീട്ടിൽ പോണ്. ഞാനും അമ്മയും കൂടെ അങ്ങ് പോണ്. കുറച്ച് ദിവസം ഇനിയിപ്പോ നിങ്ങളെ മോൻ മാത്രമേ ഇവിടെ കാണുള്ളൂ. പിള്ളേരും കാണും. കുറച്ച് ദിവസത്തേക്ക് മോനും പിള്ളേരെ കാണുള്ളൂ. ഞാനും അമ്മ അങ്ങ് പോണ് കേട്ടാ. പിന്നെ ഒരു അടുപ്പൊക്കെ അവിടെ വാങ്ങിച്ചു തരും. അപ്പൊ അതില് നിങ്ങള് തേയില വെള്ളവും കഞ്ഞിയൊക്കെ വച്ച ഉണ്ണാം കേട്ടാ. കുഴപ്പമില്ലല്ലോ. കുഴപ്പമില്ലല്ലോ. കഞ്ഞിയൊക്കെ വെച്ചോളോ. കറിയൊക്കെ വെക്കാൻ അറിയാവോ? നീ പോണാ? ഓ നിങ്ങൾ തന്നെ അടിച്ചല്ലോ. അതാണ്ട് അടിച്ച് അള്ളി ഇതാണ്ടാ ഇന്നെ അടിച്ച് കടിച്ച്. എന്തിനു ചെയ്താ? നീ പോവാണ്. ഇതെന്തിനു ചെയ്തേന്ന് പറ. ഇതെന്തിനു ചെയ്തേന്ന് പറ. എന്നാ ഇതെന്തിനു ചെയ്തെന്തിനു അന്നേരം തടവാ നിക്കട്ടെ. ഇതെന്തിനെന്ന് എന്നെ കടിച്ചതെന്ന് ചോദിച്ചു. പറഞ്ഞാണ് മോൻ പറഞ്ഞിട്ട് വിശ്വസിക്കുന്നില്ല. എന്തിനു കടിച്ചെന്നാ അത് പറഞ്ഞാണ്. എന്തിനു കടിച്ചെന്ന് പറഞ്ഞോട്. മോന് പറഞ്ഞോട്. കുളിപ്പിച്ചേന് ഏതാണ്ടാ കടിച്ച് അടിച്ച്. ഇതെന്തിനു ചെയ്തത്? കടിച്ചു തന്നെ. എന്തിനു കടിച്ചെന്തിന്? എന്തിനു കടിച്ചെന്തിനെന്ന് പറയാണ്ട് നിങ്ങളെ മോൻ പറയണ. ഞാൻ നിങ്ങൾ കടിച്ചെന്ന് പറഞ്ഞപ്പോ നിങ്ങളെ മോനും അവരൊക്കെ പറയണത് എന്റെ കൊച്ചുമൊക്കെ പറയണ അച്ചാമ്മ കടിക്കൂലെന്ന്. അപ്പൊ നിങ്ങളാണോ ഇത് കടിച്ചത്? നിങ്ങളാണോ നിങ്ങൾ കടിച്ചത്? നിങ്ങളാണാ? പിന്നെ ഇതെന്തിന്? വാ കൊടുത്തതാണ്. കടിച്ചില്ല. ഇങ്ങനെ ഒന്ന് കൊടുത്തതേ ഉള്ളൂന്ന്. നിങ്ങളെ കടി കൊള്ളാനും അടി കൊള്ളാനും ഞാൻ ഇവിടെ നിൽക്കണില്ല. നിങ്ങളെ മോൻ്റെ കൂടെ ഞാൻ പറഞ്ഞ് എനിക്ക് കടി കൊള്ളാൻ വയ്യ, എന്റെ വീട്ടിൽ കൊണ്ടാക്കാൻ പറഞ്ഞ് അങ്ങനെ എന്റെ വീട്ടിലോട്ട് ഞാൻ ഇല്ല ഞാൻ ഇവിടെ നിൽക്കണില്ല. ഇനി ഞാൻ ഇവിടെ നിൽക്കണില്ല. എന്തായാലും എനിക്ക് നിങ്ങളെ അടിയും കൊള്ളാനൊന്നും പറ്റൂല. എങ്ങനെ കാലിന് ചവിട്ടി ബാക്കി പറ. ഇങ്ങോട്ട് വരൂ. അപ്പൊ നമ്മളെ അടി കൊള്ളാനും അവള് വരൂല. നമ്മളവിടെ പോവും. കാടിലാടെ പോണ്. പിന്നെ ഈ കുട്ടികളെ ഇവിടെ പോവും. കുട്ടികളെ ഞാൻ കൊണ്ടുപോകണം. കുട്ടികളെ അവിടെ നിർത്തണില്ല. കുട്ടികളെ നിങ്ങൾ ഉപദ്രവിക്കുകയല്ലേ. അപ്പൊ ഞാൻ കുട്ടികളും അത് തന്നെ കാറില് ഞാനും നന്ദനും നമ്മളും എല്ലാവരും അങ്ങ് പോകണം. ഇവിടെ നിങ്ങളെ മോൻ കാണും. പിന്നെ നിങ്ങൾ കാണും. ഞാനും അവരും ഒക്കെ അങ്ങ് പോകണം. മോൻ മറ്റോളമ്പ് തരുമെന്ന് നേരത്തെ എന്റോടെയും പറഞ്ഞല്ലേ. നേരത്തെ ഒന്ന് ഭയങ്കര സീനായിരുന്നു കേട്ടാ. സീനാണ്ട കടിച്ച് അള്ളി അടിച്ചെന്നെ കുളിപ്പിച്ചേന്. ഞാൻ നോക്കിയപ്പോണ്ട് പോയി തുണിയൊക്കെ മാറിയിട്ട് കുളിക്കാതെ തുണിയൊക്കെ മാറിയിട്ട് ഇങ്ങനെ എന്നെ തന്നെ ചൊറഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ നമുക്ക് അറിയാൻ പറ്റുമല്ലോ ഇനി കുളിക്കൂലെന്ന്. അങ്ങനെ ഞാൻ പോയി പിടിച്ച് വലിച്ച് നിർബന്ധിച്ചു കൊണ്ടുവന്ന് കുളിപ്പിച്ചേന്. എന്നെ കുളിമുറിക്കകത്തിട്ട് കുളിമുറിക്കകത്തിട്ട് അടിച്ച് നന്ദപ്പടുത്തുണ്ടായിരുന്നു. യവൻ ഇപ്പൊ പേടിയൊന്നും വരൂല. മുന്നേറുന്നെങ്കിൽ അവന് ഭയങ്കരമായിട്ട് പേടി വരുമായിരുന്നു. അടിച്ചിട്ട് എന്നിട്ട് ഞാൻ വിട്ടില്ല. ഞാൻ കുളിപ്പിച്ചിട്ട് ഇനി വന്നപ്പോണ്ട് ആ ദേഷ്യത്തിന് എന്താ പറയാ, ഇനി നിന്റെ വീട്ടില് ഞാൻ വരൂല, നിന്റെ ചോറ് ഞാൻ തിന്നൂല, എനിക്ക് ആ ചെറുക്കം കോരി തരുമെന്ന് മോയ്. ഇനി നിന്റെ ചോറ് ഞാൻ തിന്നു. മോൻ വളർന്നു തരുമെന്ന്. മോനെ ഞാൻ ഇരിക്കുന്നിടത്ത് കൊണ്ടുവന്ന് വായിൽ വെച്ചു കൊടുത്താൽ തിന്നു. അതാണ് മോൻ. സോപ്പിടണ്ട. സൂപ്പിയിൽ എനിക്ക് ഇഷ്ടപ്പെട്ട്. ഇതേതാ ഇപ്പൊ മണി ഇപ്പൊ എത്രയായി? മണി 4:30. അപ്പൊ ഞാൻ അങ്ങ് പോവും. പിന്നെ രാത്രി അവിടെ അടുപ്പ് ഞാൻ വാങ്ങിച്ചു തരാൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ആ പപ്പക്കേരെ മൂട്ടിലായിട്ട് അടുപ്പ് കൂട്ടിയാൽ മതി. പിന്നെ അതില് വെള്ളം ഒന്ന് പോവാൻ വേണ്ടി കാത്തിരുന്ന പെരക്കാത്ത അടുപ്പ് കൂട്ടാൻ. ശരി. പെരക്കാത്ത അടുപ്പ് കൂട്ടിയിട്ട് കഞ്ഞിക്കുള്ള അരി വാങ്ങിച്ചു തരും. പിന്നെ മീനും മരിച്ചിനെയൊക്കെ വാങ്ങിച്ചു തരും.
വച്ച് കഴിക്കുമല്ലോ. മോനും കൂടെ കൊടുക്കുവോ? കൊടുക്കുവല്ല. അപ്പൊ ഞാൻ പോയിട്ട് വരാം. കടിച്ചത് എന്തിനെന്ന് പറഞ്ഞാ ഞാൻ പോവൂല. കടിച്ചത് എന്തിനെന്ന് പറഞ്ഞാ ഞാൻ പിന്നെ ഇതെന്തിനാണ്? കടിക്കുന്നില്ലേ? ഇല്ല പറഞ്ഞുതരാം കടിക്കാനായിട്ട് വാ കൊണ്ടു. കടിച്ചില്ലല്ലേ? ഇങ്ങനെ ആക്കണ കാണുമ്പോ നമ്മളെ നാട്ടില് കടിയെന്ന് പറയണ. അത് അങ്ങനെ ആക്കിയത് എന്തിനാണ് ചോദിച്ചത്. അതെന്തിനാണ് ചോദിച്ച. അതെന്തിനെന്ന് പറഞ്ഞാ ഞാൻ പോവൂല. അതെന്തിനായിരുന്നു? എന്തിനാ എനിക്ക് അറിഞ്ഞൂടാ. നീ കുളിപ്പിച്ചില്ലെങ്കിൽ ഉച്ചക്ക് നീ കുളിപ്പിച്ചോണ്ട് കുളിപ്പിച്ച് വെള്ളം എടുത്ത് നമ്മളൊക്കെ വെള്ളം പുറത്തൊഴിച്ചാണമ്മ കുളിക്കുന്നത്. മണ്ണിപ്പ കിടന്ന് ഉരുണ്ട് കുളിക്കാൻ എനിക്ക് അറിഞ്ഞൂടാ. വെള്ളം എടുത്ത് പുറത്തൊഴിച്ചോണ്ടാണ് ദേഷ്യം വന്നേന്ന്. എനിക്കൊരു തുണിയില്ലായിരുന്നു. തുണി ഇല്ലായിരുന്നാ? ഇതപ്പൊ ഈ ഇട്ടിരിക്കുന്ന ഒന്നും തുണിയല്ലേ? ഒരു അലമാര ഫുള്ള് തുണിയിരിക്കുന്നു. എന്നാലും പറയും തുണിയില്ല തുണിയില്ലാന്ന്. അപ്പൊ ഞാൻ ഇനി പോവല്ല. അപ്പൊ ഇന്ന് ഞാൻ അങ്ങ് പോവല്ല. വരൂല വരൂല. ഞാൻ ഇനി വരൂല. ഞാൻ ഇല്ലില്ല. ഞാനും എന്റെ പിള്ളേരും അവരും കൂടെ അങ്ങ് പോണ്. സുജ ഞങ്ങള് പോയിട്ട് വരാം. പട്ടികളെ കാര്യങ്ങളൊക്കെ നോക്കണം. പട്ടികൾക്കൊക്കെ ചോറ്. അപ്പൊ മോൻ പറഞ്ഞു തരും. നിങ്ങളെ ഉപദ്രവം കൊള്ളാൻ ഞാൻ എന്തിനിവിടെ നിക്കണം? നിങ്ങളെ അടിയും കടിയൊക്കെ കൊള്ളാൻ ഞാൻ എന്തിനിവിടെ നിക്കണം? ഞാൻ എന്റെ വീട്ടിൽ പോകും. പോയിട്ട് വരാം. ആദ്യം പിള്ളേരെ അവിടുത്തെ സ്കൂളിലാക്കാം. ഇതൊക്കെ എന്തൊരു കിഴങ്ങൾ ചോദിച്ചാ. അഭിനയം വരട്ടെ. ഉള്ളീന്ന് വരട്ടെ. ഉള്ളീന്ന് ഇതെന്റെ പ്രോഡക്റ്റ് അല്ല. അഭിനയിക്ക് അറിഞ്ഞൂടാ. അങ്കമ്പാടി ഫിക്സ് ഈ സ്കൂളിൽ തന്നെ ഉറപ്പിച്ചു. ഞാൻ ഒന്നും ചെയ്യില്ല. ദേഷ്യം വരുമ്പോ മുട്ടം കല്ല് ഇറക്കി എറിയും. രാവിലെ വരും. ഇങ്ങോട്ട് വരൂല്ല. മിണ്ടായി അവർക്ക് വിഷമം. നമ്മളെ അമ്മ ഇവിടെ വന്ന് അമ്മ കുറച്ച് നാളുകൊണ്ട് അമ്മയുടെ അനിയത്തി അമ്മയെ വിളിക്കുന്നു. കുറച്ച് ദിവസം അവിടെ പോയി നിൽക്കാനായിട്ട് ചെല്ലുമെന്ന്. അപ്പൊ അമ്മയ്ക്കും കുറെ നാളുകൊണ്ട് ആഗ്രഹമുണ്ട്. അമ്മയുടെ സ്ഥലം എന്ന് പറഞ്ഞാൽ പോത്തൻകോടിനടുത്ത് പന്തലക്കോട് എന്ന് പറയുന്ന ഒരു ഗ്രാമപ്രദേശമാണ്. എനിക്ക് പണ്ട് ഭയങ്കര ഇഷ്ടമായിരുന്നു പോവാൻ. ഇപ്പൊ അവിടുത്തെ ഗ്രാമമൊക്കെ പോയി സിറ്റി മാതിരിയൊക്കെ ആയി തുടങ്ങി. അപ്പൊ അമ്മ എപ്പോഴും പറയും അവിടെ ഒന്ന് കൊണ്ടാക്കാനായിട്ട്. അപ്പൊ ഞാൻ ഇവിടുന്ന് കൊണ്ടാക്കിയാലേ പറ്റുള്ളൂ. അങ്ങനെ ഞങ്ങൾ വിചാരിച്ചു ഇന്ന് സൺഡേ ആണ്, അമ്മയെ കൊണ്ടങ്ങ് ആക്കാന്ന് കരുതി. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. പിന്നെ എനിക്ക് കടി കിട്ടിയെന്നൊക്കെ പറഞ്ഞ വാസ്തവമാണ്. അപ്പൊ അതോടൊന്ന് ചെറുതായിട്ടൊന്ന് ഇതാക്കാന്ന് വിചാരിച്ചാണ്. ഇങ്ങോട്ട് പൊക്കണില്ല. അത് സംഭവം ഞാൻ പറഞ്ഞല്ലോ, കുളിപ്പിച്ചതിന്റെ ആ ഒരു ദേഷ്യത്തില്. കടിയും ഇടിയൊക്കെ എനിക്ക് സ്ഥിരമുള്ളതാണ്. അത് കാര്യമായിട്ട് എനിക്ക് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ഞാനത് കാര്യമാക്കണില്ല. പിന്നെ എങ്കിലും ഇന്ന് അതിന്റെ കൂട്ടത്തിൽ പറഞ്ഞതേ ഉള്ളൂ. പിന്നെ ഇപ്പൊ ഞാൻ ഇച്ചിരി ഇതുപോലെ പിണക്കം കാണിച്ചു തുടങ്ങി. കാര്യം ഇപ്പൊ ഞാൻ എന്തിനും സഹിച്ച് നിൽക്കുന്നതുകൊണ്ടാണ് അമ്മയ്ക്ക് ഇപ്പൊ പിള്ളേരെയും ഉപദ്രവിക്കാം എന്നൊരു ഇത് വന്നു തുടങ്ങിയത്. അതുകൊണ്ട് ഞാനിപ്പോ ഇത്തിരി ഒന്ന് ഇച്ചിരി ഇങ്ങനെ പിണക്കങ്ങളൊക്കെ കാണിക്കും. എവിടെ ശോഭനയ്ക്ക് അതൊന്നും ഒരു ബാധകമല്ല. അത് വേറൊരു കാര്യം. സോ അപ്പൊ അങ്ങനെ അമ്മയെ കൊണ്ട് അമ്മയുടെ അനിയത്തിയുടെ കൂടെ ആക്കാനായിട്ട് പോവാണ്. 2-3 ദിവസത്തേക്ക് അമ്മ അവിടെ ഉണ്ടാവും. എന്നിട്ട് പോയി നമ്മൾ തിരിച്ച് വിളിച്ചുകൊണ്ട് വരും. നന്ദപ്പന്റെ സർജറി January 15 അതിന് മുന്നേ അമ്മ ഇങ്ങ് കൊണ്ടുവരും. അപ്പൊ അതുവരെ കുറച്ച് ദിവസം അനിയത്തിയിലേക്ക് കൂടെ പോയി നിൽക്കട്ടെന്ന്. നമ്മുടെ ഈ ഏത് റിലേഷൻ പോലെ അല്ലല്ലോ ബ്ലഡ് റിലേഷൻ. അപ്പൊ അവർക്ക് നിൽക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ കൊണ്ടുപോയി നിർത്താന്ന് ഞാനും കരുതി. അപ്പൊ പോവാൻ ഇറങ്ങുവാണ്. ചുമ്മാ ഒന്ന് ഞാൻ ഇന്നേവരെ എന്റെ വീട്ടിൽ പോയി നിന്നിട്ടില്ല. ഞാൻ ഏതോ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, നന്ദപ്പന പ്രസവിക്കാൻ സമയത്ത് 7-ാം മാസം 9-ാം മാസമാണെന്ന് തോന്നുന്നു വിളിച്ചുകൊണ്ട് പോയി ഒരു 1 month നിന്ന്. അതും വളരെ കഷ്ടപ്പെട്ടാണ്. എന്നിട്ട് പിന്നെ നന്ദപ്പനെ പ്രസവിച്ചു വന്നതേ നമ്മളെ ഈ വീട്ടിൽ, ഇവിടെ അല്ല വേറെ വീട്ടിലുണ്ടായിരുന്നു, അവിടെയായിരുന്നു. ഞാൻ എന്റെ വീട്ടിൽ അങ്ങനെ പോയി നിന്ന്. പിന്നെ പോയി നിന്നു വെച്ചാൽ ഒരു 6 മാസത്തെ പീരീഡിൽ ഈ വീട് വെക്കുന്ന ഡ്യൂറേഷന് പോയി നിന്നു. അല്ലാതെ നിന്നിട്ടില്ല. അന്ന് ചേട്ടനുണ്ടായിരുന്നു. അങ്ങനെ പിണങ്ങി നിന്നേ വരെ ഞാൻ ചേട്ടനുമായിട്ട് വഴക്ക് കൂടിയിട്ടോ അല്ലെങ്കിൽ അമ്മ ഉപദ്രവിച്ചു എന്ന് പറഞ്ഞിട്ടോ ഒന്നും ഇന്നേ വരെ ഞാൻ എന്റെ വീട്ടിൽ പോയി നിന്നിട്ടില്ല. ഇനിയും അങ്ങനെ നിൽക്കില്ല. അങ്ങനെ ഒരു സാഹചര്യം വന്നാൽ നമ്മള് ഭൂമിയിലേ പോവും. അല്ലാണ്ട് മാറി നിൽക്കണ പരിപാടിയൊന്നും ഇല്ല. അങ്ങനെയാണ്. ഞാൻ പോണപ്പോ
നീ പോണോ? ഞാൻ പോണു. ഇങ്ങോട്ട് വരില്ല, ഇങ്ങോട്ട് വരേ വിടൂല. വിടൂല പോണം അല്ല ഞാൻ അമ്മ വിടൂല എന്നെ, ഞാൻ എങ്ങനെ വരും? ഇനി വരൂല. ഇനി മോൻ മറ്റോളം അടുപ്പിരിക്കണ മോൻ തിരിച്ചു വന്ന് ഓ പട്ടിയെ കാലടുപ്പിരിക്കണാണ് സങ്കടം. തിരിച്ചു ഒന്നും ചെയ്യില്ല. കാലത്തെ ഇവിടെ വരും. നീ ഒന്നും ചെയ്യില്ല, വാങ്ങി പോണ്ട. ശരി പറഞ്ഞ സ്ഥിതിക്ക് ഇനി പോണം. അടുത്തത് വെറുതെ വാങ്ങിച്ച് പിടിക്കണത്. ഇതിന്റെ കഥ പറയല്ല, ഇത് പറഞ്ഞു കൊടുക്കട്ടെ മക്കളെ. ഇത് കുഞ്ഞീര് അംഗൻവാടിന്ന് ക്രിസ്മസ് സെലിബ്രേഷന് മറ്റേ ക്രിസ്മസ് ഫ്രണ്ടിനെ സെലക്ട് ചെയ്യുമല്ലോ. മാറ് മക്കളെ, അങ്ങനെ ഇന്നലെ കിട്ടിയതാണ്. മക്കളെ കാണിച്ചു കൊടുക്കട്ടെ. ഇനി വാ, ഇവിടെ നിന്ന് കാണിച്ചോട്. ഇവിടെ നിന്ന് കാണിച്ചോട്. ഇന്നലെ കിട്ടിയതാണ്, പക്ഷെ അതിലൊരു ട്വിസ്റ്റ് ഉണ്ടായിരുന്നു. അത് കാണിക്കാനായിരുന്നു, സമ്മതിക്കണില്ല. ഇപ്പം പഴയ പോലെയല്ല, കുറച്ച് ഡീസന്റ് ആയി. നാണവും ചമ്മലൊക്കെ വന്നു തുടങ്ങി. അതുകൊണ്ട് ഇച്ചിരി നാണക്കേടൊക്കെ ആയി. മുന്നാണെങ്കിൽ അങ്ങനെ ഇല്ലായിരുന്നു. ഹലോ ഗൈസ് അതും പറഞ്ഞങ്ങ് തുടങ്ങുമായിരുന്നല്ലോ. ഇപ്പൊ അതിനൊന്നും പറ്റണില്ല. ഇപ്പൊ ആള് ഡീസന്റ് ആയിപ്പോയി. ഓക്കെ ശരി, അപ്പൊ നമ്മള് ഇറങ്ങുവാണ് കേട്ടാ. ഓക്കെ, അവിടുത്തെ കുറച്ച് ലൊക്കേഷൻസ് ഒക്കെ കാണിച്ചുതരാം. നല്ല ഗ്രാമപ്രദേശമാണ്. കുറച്ച് പറ്റിയെങ്കിലും കാണിച്ചു തരാം. ഇന്നേക്കെ വെച്ചിട്ട് പാടാണേ. ഞാൻ പോയിട്ട് വരാം കേട്ടാ. ഞാൻ അമ്മയെ കൊണ്ട് അമ്മയുടെ അനിയത്തിയുടെ വീട്ടിലാക്കിയിട്ട് വരാം കേട്ടാ. അവരെ ചോദിച്ചത് എവിടെയെന്ന്? പന്തലക്കോടമ്മ പറഞ്ഞോട്. പന്തലക്കോട് പോത്തങ്കോടിനടുത്ത് കൊണ്ടാക്കിട്ട് വരാം കേട്ടാ. ദൂരെ 2 ദിവസം കഴിഞ്ഞിട്ടേ വരുവുള്ളൂ. തിരിച്ചു വരണേ. ബാ കേറാം. ബാ ശരി വാ. നമ്മള് വീണ്ടും വന്നു. നമ്മള് ഇറങ്ങിയിട്ടതേ ഇപ്പൊ പൊക്കോണ്ടിരിക്കുകയാണ്. കറക്റ്റ് പറഞ്ഞാല് മരുതൂര്. നമുക്ക് നമ്മുടെ വീട്ടിൽ നിന്ന് ഈ മണ്ണന്തല ഭാഗത്തോടെ ഇങ്ങോട്ട് വെമ്പായം ഇങ്ങോട്ടൊക്കെ പോകാൻ ഭയങ്കര, നമുക്ക് എവിടെ പോലും ഭയങ്കര എളുപ്പമാണ്. അതാണ് നമ്മുടെ ലൊക്കാലിറ്റിയുടെ ഒരു പ്രത്യേകത. എല്ലാത്തിൻ്റെ സെൻട്രലായിട്ട് വരും. എവിടെ വേണോ പെട്ടെന്ന് പോവാം. ഈസി ടു വേ ആണ്. അപ്പോൾ നമ്മുടെ ഇപ്പം മരുതൂര് വഴി ഇപ്പം വട്ടപ്പാറ പോകണ്ട. വട്ടപ്പാറ പോകുന്നതിന് മുന്നേ ലെഫ്റ്റ് കയറി പോകുന്നതാണ് പോത്തൻകോട് പന്തലക്കോട് അമ്മയുടെ സ്ഥലമൊക്കെ. അപ്പോൾ ഞാനൊരു കാര്യം നേരത്തെ പറയാൻ വിട്ടു. അമ്മ നിൽക്കുമ്പോൾ പറഞ്ഞാൽ ശരിയാവില്ല. അതുകൊണ്ടാണ് അമ്മയോട് പറഞ്ഞിട്ടും കാര്യമില്ല. അമ്മയോട് ഓൾറെഡി നമ്മൾ പറഞ്ഞ കാര്യമാണ്. ഈ ഇന്നലെ അമ്മ ഫുഡ് കഴിക്കുമ്പോൾ മണ്ടേ കയറുന്നതിനെ പറ്റി കുറേ പേര് പറഞ്ഞിരുന്നല്ലോ. അമ്മയെ ഹോസ്പിറ്റലിൽ കാണിക്കണം എന്നൊക്കെ പറഞ്ഞിരുന്നല്ലോ. അപ്പം ഞാൻ അമ്മയുടെ അടുത്ത റിവ്യൂവിന് വേണ്ടി വെയിറ്റ് ചെയ്യാതെ. കാര്യം അമ്മ എപ്പോഴും കൊണ്ടുപോകണ്ട. ഹോസ്പിറ്റലിൽ പോകുന്ന സമയത്ത് അമ്മ എപ്പോഴും കൊണ്ടുപോകണ്ട. നമ്മൾ പോയാൽ മതി. അമ്മയുടെ ബുക്കുമായിട്ട് പോയാൽ മതി. അങ്ങനെ ഇന്നലെ ഞാൻ ഹോസ്പിറ്റലിൽ അമ്മയുടെ മെഡിസിൻ മേടിക്കാൻ പോയപ്പോൾ ഇന്നലെ ഉണ്ടായിരുന്ന ഒരു ഡോക്ടറോട് ഞാനിങ്ങനെ അമ്മ ഫുഡ് കഴിക്കുമ്പോൾ മണ്ടേ കയറുന്നെന്നും വല്ലാത്തൊരു സ്റ്റേജ് ആണോ എന്നൊക്കെ പറഞ്ഞു. ആ ഡോക്ടർ കൃത്യമായിട്ട് ചോദിച്ചു, അമ്മ അതിൻ്റെ ഇങ്ങനെയാണോ കഴിക്കുന്നതെന്ന്. അപ്പം ഞാൻ പറഞ്ഞു അതെ അങ്ങനെയാണ് കഴിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പം അത് കറക്റ്റാണ്. അത് കുറേ ഒരുവിധപ്പെട്ടുള്ള പേഷ്യൻസിൻ്റെ ഒരു പ്രത്യേകതയാണ്. കുറച്ച് പേര്, അതായത് ആഹാരം എത്ര കഴിക്കാൻ കിട്ടിയാലും അവരെ എഗെയിൻ കഴിക്കുമ്പോൾ ഇങ്ങനെ വാരി വലിച്ച് വെപ്രാളപ്പെട്ടായിരിക്കും കഴിക്കുന്നത്. നിങ്ങൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് ഒന്നും കൂടെ കൊടുത്തു നോക്കി അവരിങ്ങനെ ആയിരിക്കും കഴിക്കുന്നതെന്ന് പറയും. അപ്പം ഞാൻ പറഞ്ഞു കറക്റ്റാണ്, അങ്ങനെ തന്നെയാണ് കഴിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ആ ഡോക്ടർ പറഞ്ഞു അതുകൊണ്ടാണ്, അതായത് ഇങ്ങനെ വെപ്രാളപ്പെട്ട് കഴിക്കുന്നത് കൊണ്ട് ഫുഡ് കറക്റ്റായിട്ട് ഇതുവഴിയല്ല പോകുന്നത്. അതെ അതെന്ന് പറഞ്ഞത് ഞാൻ മറന്നുപോയി. അതുവഴിയല്ല പോകുന്നത്. കുറച്ച് ഫുഡ് ഇങ്ങനെ തിങ്ങി പോകുന്നതുകൊണ്ട് ശ്വാസനാളത്തിലും കൂടി കയറുന്നതാണ്. അപ്പം അത് അമ്മയോട് പതുക്കെ കഴിക്കാൻ പറയാന്ന് പറഞ്ഞു. ആരോട് പറയാൻ അമ്മ ഒന്ന് പതുക്കെ കഴിക്കും എന്ന് പറഞ്ഞാലൊന്നും കേൾക്കില്ല. ഇന്നലെ മൂവി കാണാൻ പോയിരുന്നു. അല്ലേ അതെ, അത് കാണാനായിട്ട് പോയിരുന്നു. അത് പോവാൻ അപ്പം എൻ്റെ അമ്മ ഉണ്ടല്ലോ. അപ്പം അമ്മയോട് ഞാൻ പറഞ്ഞു അമ്മ ഫുഡ് കൊടുക്കണം. ഇപ്പം ഞാനെല്ലാം ഫുഡ് കൊടുക്കാൻ സമ്മതിക്കില്ല. അപ്പം ഞാൻ അമ്മ കൊടുക്കണം. നമ്മൾ രാത്രി 6:30ക്കുള്ള ഷോ ആയിരുന്നു. ചിലപ്പോൾ വരാൻ ലേറ്റ് ആയാലോ, അവര് ഫുഡ് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് പോയി. അയ്യോ, നമ്മൾ വന്നപ്പോൾ ശ്വാസം ഇല്ലാണ്ട് ഓടിക്കൊണ്ട് നടക്കണം പറമ്പ് മുഴുവൻ. മണ്ടേ കയറി. പിന്നെ പക്ഷെ അത് തന്നെ പോയി. കുറച്ച് സമയം ചേട്ടന് ദേഷ്യം വന്നിട്ട് ചേട്ടൻ മൈൻഡ് ചെയ്തില്ല. ചേട്ടൻ പറഞ്ഞു അവിടെ നിൽക്കട്ടെ കുറച്ച് നേരം, എത്ര പറഞ്ഞാലും പതുക്കെ കഴിക്കാത്തോണ്ടല്ലേ എന്ന് പറഞ്ഞിട്ട്. പക്ഷെ 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ശരിയായി പറയുന്നത്. അപ്പം അത് ഈ ഇടയ്ക്കും അമ്മയുടെ അതായത് ഈ ഒരുപാട് പേര് ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന ആൾക്കാർ വീഡിയോകൾ കാണുമല്ലോ. കണ്ടിട്ട് അവര് എന്നുവെച്ചാൽ ഇപ്പോൾ ആണ് കമന്റ് ചെയ്യുന്നത്. അപ്പം പഴയ വീഡിയോസ് കാണുന്നില്ല, അല്ലെങ്കിൽ മറ്റുള്ളവർ പറയുന്ന അഭിപ്രായങ്ങളൊന്നും കാണുന്നില്ല. അപ്പം അതുകൊണ്ടാണ് ഇങ്ങനെ അത് പറയാമെന്ന് വിചാരിച്ചത്. പിന്നെ ഞാനിനി ചിരിച്ചോണ്ട് പറഞ്ഞുകൊണ്ട് അയ്യോ അവരുടെ നെറുകയിൽ ആഹാരം കയറുന്നത് കൊണ്ട് അവളത് എങ്ങനെ ചിരിച്ചോണ്ട് പറയുന്നതൊന്നും പറയരുത്.
എനിക്കിങ്ങനെ പറയാൻ അറിയാവുള്ളൂ കേട്ടോ. ഇനി ഞാൻ സീരിയസ് ആയിട്ടൊന്ന് പറയാൻ പഠിച്ചു നോക്കാം, ശ്രമിച്ചു നോക്കാം. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞു വന്നത് അമ്മ കഴിക്കുന്ന ആ ഒരു പ്രശ്നം. അമ്മ കഴിക്കുന്ന വെച്ചാൽ ഇതിനിടയ്ക്ക് കുറച്ച് പേര് കമൻറ്റ് ചെയ്തിരുന്നു, കുറച്ച് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്മയ്ക്ക് ഒരു ഗ്ലാസ് വെള്ളവും കൂടി എടുത്ത് കൊടുക്കാൻ. നോർമൽ കോഴ്സിൽ നമ്മൾ ഈ ഫുഡ് മണ്ടേ കയറിയാൽ വെള്ളം കൊടുത്താൽ ശരിയാവും. അത് ശരി തന്നെയാണ്, നോർമൽ സിനാരിയോ അതാണ്. പക്ഷെ അമ്മയുടെ കാര്യത്തിൽ അങ്ങനെയല്ല. ഒന്നെന്ന് പറയുന്നത് അമ്മ കോൺസെൻട്രേറ്റ് ചെയ്തല്ല ഫുഡ് കഴിക്കണം. അമ്മ ഫുഡ് കഴിക്കുമ്പോഴും വേറെ എന്തെങ്കിലുമൊക്കെ ചിന്തകളായിരിക്കും അമ്മ ചെയ്യുന്നത്. ഈവൻ കുഞ്ഞ് വെളിയിൽ നിൽക്കുന്നെങ്കിൽ ഈ കൊച്ചെന്ത് ചെയ്യുന്നത്, അല്ലെങ്കിൽ പട്ടികൾ വെളിയിൽ നിൽക്കുന്നെങ്കിൽ പട്ടികൾ എന്ത്, ഇങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ടിരുന്നാണ് അമ്മ ഫുഡ് കഴിക്കണേ. അമ്മ നമ്മളൊക്കെ എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ആഹാരം കഴിക്കുമ്പോൾ ആഹാരം TV കാണുന്നവരുണ്ടാവും, എങ്കിൽ പോലും അവർ ആഹാരത്തിനോടൊരു ശ്രദ്ധ കൊടുത്തല്ലേ കഴിക്കണം. അമ്മ അങ്ങനെയല്ല. അമ്മ ആഹാരം കഴിക്കുന്ന സമയത്തും വേറെ എന്തെങ്കിലുമൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് കഴിക്കുന്നത്. അതുപോലെ തന്നെ ബൾക്കിന് വാരി കഴിക്കുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ വെള്ളവും കൂടെ കുടിക്കും. ഒന്നാമത് തിക്കി നെരുക്കിയാണ് ആഹാരം വാക്കകത്ത് വെക്കണേ, അതിൻ്റെ കൂടെ വെള്ളവും കൂടെ കുടിച്ചുള്ളൊരു അവസ്ഥ ആലോചിച്ച് നോക്കിയേ. എന്നിട്ട് ചുമയ്ക്കുമ്പം 4 വാക്കിന് പോകും. ഇതാ സംഭവിച്ചുകൊണ്ടിരിക്കണം. അപ്പം ഇപ്പം നിങ്ങൾ വിചാരിക്കും എന്തിനായിരിക്കും ഇത് പറഞ്ഞത്. പറയാം. അമ്മ ഇന്നലെ തൊട്ട് ഇച്ചിരി ദേഷ്യമാണ്. അതായത് അമ്മ മൊത്തത്തിൽ മാറി. കാര്യം ഡോക്ടറോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് അമ്മ ഇടയ്ക്കിടയ്ക്ക് അഗ്രസീവ് ആവുന്നതും കുഞ്ഞിനെ ഉപദ്രവിക്കുന്നതൊക്കെ പറഞ്ഞപ്പോൾ വേറൊരു ഗുളിക മാറ്റി തന്നു. അതായത് പ്രോപ്പറായിട്ട് അമ്മയ്ക്ക് ഉറക്കം ഇല്ലാത്തത് കൊണ്ടാണ് അമ്മ അഗ്രസീവ് എന്ന് ഡോക്ടർ പറഞ്ഞു. പക്ഷേ ശോഭനെ നമുക്കറിയാമല്ലോ, ഇനി ഒരു ഗുളികയും അമ്മയെ ഉറക്കാനായിട്ട് കണ്ടുപിടിച്ചിട്ടില്ല. ഇനി കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ അത് കൊടുത്തിട്ടും കാര്യമില്ല, അമ്മ ഉറങ്ങില്ല. അമ്മ അങ്ങനെയാണ്. അപ്പം ഇന്നലെ ഡോക്ടർ ഗുളിക മാറ്റി തന്നു. ഞാനത് രാത്രി കൊടുത്തതിന് ശേഷം അമ്മ ഇന്ന് രാവിലെ തൊട്ട് വേറൊരു ശോഭന. ചേട്ടൻ ചോദിക്കുകയും ചെയ്ത് അഗ്രസീവ് കുറയ്ക്കാനായിട്ട് ഗുളിക വന്നപ്പോൾ ഭയങ്കര അഗ്രസീവ് ആണല്ലോ എന്ന്. ഭയങ്കര ദേഷ്യം. വെളുക്കാൻ തേച്ചത് പാണ്ടായതൊന്നുമില്ല, ഭയങ്കര ദേഷ്യം അമ്മ. അപ്പോൾ ഇപ്പം ഇന്ന് തന്നെ ഉപദ്രവിച്ചത് അതിൻ്റെ പാർട്ടാണ്. ഞാൻ അപ്പോൾ ആലോചിക്കുകയും ചെയ്തു, കുഞ്ഞെങ്ങാനൊക്കെ ഇപ്പം അല്ലെങ്കിലും കുഞ്ഞെ ഒറ്റയ്ക്ക് വിടില്ല, ഇപ്പോഴും വിടില്ല, അത് വേറൊരു കാര്യം. പക്ഷെ എങ്കിലും ഞാൻ അപ്പം ആലോചിച്ചു, കുഞ്ഞെങ്ങാനൊക്കെ കിട്ടിയതെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു എന്ന്. എന്നെയൊക്കെ ഉപദ്രവിക്കാൻ ഒരു ഇതുണ്ടെങ്കിൽ ഭയങ്കര നമ്മൾ സൂക്ഷിക്കേണ്ട. ഉറങ്ങാത്തത് കൊണ്ടാണ്. അതെ, അമ്മയെ നന്നായിട്ട് ചേട്ടനെ അറിയാവുള്ളേ. ഉറക്കം വരുന്നുണ്ട്, പക്ഷെ ഉറങ്ങാൻ അമ്മ ശ്രമിക്കുന്നില്ല. കണ്ണ് ഉറക്കം ആഗ്രഹിക്കുന്നുണ്ട്. കണ്ണിങ്ങനെ അടച്ച് ഇങ്ങനെ നമ്മൾ ഉറക്കം വരുമ്പോൾ നമ്മളെ കണ്ണിങ്ങനെ അടഞ്ഞു വരില്ലേ. പക്ഷെ അമ്മയ്ക്ക് ഉറങ്ങാൻ താല്പര്യമില്ല. ഞാൻ ഉറങ്ങില്ല, ആ വാശിയിൽ അമ്മ എനിക്ക് ഈ 2 കാര്യം കൂടെ ആവുമ്പം ബാലൻസ് തെറ്റും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉറങ്ങാതെ നിൽക്കും. നമ്മൾ സാധാരണ ആൾക്കാർക്കാണെങ്കിൽ പോലും ഉറങ്ങിയില്ലെന്നുണ്ടെങ്കിൽ ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ്. അതിന്റെ കൂട്ടത്തിൽ ഡോക്ടർ പറയണേന്ന് വെച്ച് കഴിഞ്ഞാൽ ഉറക്ക ഗുളിക കൊടുത്തേ പറ്റുള്ളൂ. അത് ഉറക്കിയിരിക്കണം. ഇനിയിപ്പോൾ താരാട്ട് പാട്ട് പാടി ഉറക്കാൻ പറ്റൂല. അത് താരാട്ട് പാട്ട് പാടി ഉറക്കാൻ ഒരിക്കലും പറ്റൂല. അപ്പം നിങ്ങൾ പകലൊന്നും ഉറങ്ങിക്കോ, വേറെ ജോലിയൊന്നുമില്ല, നിങ്ങൾ പകൽ നന്നായിട്ട് ഉറങ്ങിക്കോ എന്ന് പറഞ്ഞാൽ നീ നിന്റെ പാട്ടിന് പോകാൻ പറയും. ഞാൻ ഉറങ്ങൂല. എന്നാൽ ഇരുന്ന് കണ്ണ് ചിമ്മി ഇങ്ങനെ മുഖം തന്നെ വന്ന് കുത്തി അങ്ങ് വീഴും. അപ്പം മുഖം ഇരുന്നും കൊണ്ട് വന്ന് നമ്മളൊരു മനുഷ്യരെ വീണ് കഴിഞ്ഞാലും മുഖം കറക്റ്റ്. കാര്യം നമ്മൾക്ക് കല്ലും മണ്ണും ഒക്കെ ഉള്ള തറയായതുകൊണ്ട് കറക്റ്റ് ആ കല്ലിൽ എവിടെയെങ്കിലും കയറി കൊള്ളുമ്പോഴത്തേക്കും മുറിയും. അപ്പം മുഖത്ത് പാടാവും. അല്ലെന്നുണ്ടെങ്കിൽ അത് ഒരു 1-2 തവണയല്ല, ഒരുപാട് പ്രാവശ്യം ആയത്തി തന്നെ അത് നമുക്ക് തന്നെ ബുദ്ധിമുട്ടാണെന്ന് വെച്ചാൽ നമുക്ക് തന്നെ പക്ഷേ വേദന എന്തെന്ന് അവർക്ക് അറിയില്ല. വേദന അറിഞ്ഞുകൂടാത്തതിൻ്റെ ആ ഒരു ഇതാണ്. അപ്പം ഇരുന്നും ഉറങ്ങരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേൾക്കത്തില്ല. നമ്മളിപ്പം അവിടെ എവിടെയെങ്കിലുമൊക്കെ വന്നിരിക്കുമ്പോഴും ഇങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ കണ്ണടഞ്ഞെന്നാൽ നമ്മൾ തട്ടി ഉണർത്തിട്ട് നിങ്ങളെത്തി പോയി കിടന്നുറങ്ങും. അവിടെ പോയി മുറിയിൽ പോയി ഫാനിട്ടിട്ട് ഒന്ന് കിടന്നുറങ്ങും. ഞാൻ ഉറങ്ങിയില്ല. ഞാൻ പറഞ്ഞു നിങ്ങൾ ഇത്രയും നേരം ഉറങ്ങിക്കൊണ്ടിരുന്നല്ലോ. ഇല്ല, ഞാൻ ഉറങ്ങിയിട്ടില്ല. പിന്നെ നമുക്ക് ദേഷ്യം വരും. എൻ്റെ സ്വഭാവം വെച്ച് നമുക്ക് ദേഷ്യം വരും. ഈ തർക്കിക്കുമ്പോൾ ദേഷ്യം വരും. നമ്മുടെ മുന്നിലൊന്ന് കണ്ടിട്ട് പിന്നെ അത് സമ്മതിക്കാം. പിന്നെ ദേഷ്യം വന്നു കഴിഞ്ഞാൽ പിന്നെ പറ്റത്തില്ല. അതുകൊണ്ട് 2 പേർക്കും ദേഷ്യം വരുമെന്ന് എഴുതി പിന്നെ പറയാൻ പോകില്ല. ഇരുന്നുറങ്ങണമെങ്കിൽ ഇരുന്നുറങ്ങട്ട്, എന്നാലും പിടിച്ചു വയ്ക്കും ഉറക്കം. അപ്പം അതിൻ്റെ ബുദ്ധിമുട്ടാണ് ഈ കാണുന്നത്. അതിന് ഇനിയിപ്പോൾ ഈ മരുന്ന് ഉറക്ക ഗുളിക കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ കൂടുതൽ വഷളാവത്തേ ഉള്ളൂ. അപ്പം മൂഡ് മാറിയിരിക്കുമ്പോഴത്തേക്ക് കൊച്ചാണെങ്കിലും ശരി വലിയവരാണെങ്കിലും ശരി എന്തെങ്കിലും കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അവർ വിചാരിച്ചത് കുളിച്ചു, എവള് പറയണത് കുളിച്ചില്ല. അപ്പം അവർ പറയണത് ഞാൻ കുളിച്ചു. അപ്പോൾ എവള് പറയും ഇന്നത്തെ ദിവസം കുളിച്ചിട്ടില്ല. അപ്പോൾ ഈ ഒന്നാമത് ചൂടാണ്, നല്ല ചൂടാണ്. ചൂടത്ത് ഒരു 2 നേരം പോട്ടെ, 1 നേരമെങ്കിലും മനുഷ്യർ കുളിക്കണം എന്നുള്ളതാണ്. അല്ലെന്നുണ്ടെങ്കിൽ ചൂട് കയറി ചാവും. അപ്പോൾ വയ്യാതെ ഒത്തിരി മരുന്നും കൂടെ കഴിക്കുന്നവർക്കാണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാതെ തന്നെ അറിയാമല്ല, നല്ല ചൂടാണ്. ഈ ഇംഗ്ലീഷ് മരുന്നൊക്കെ നല്ല ചൂടാണെന്ന് അത് കൂടുതലും നമ്മുടെ അമ്മയുടെ ഡോക്ടർ തന്നെ പറഞ്ഞിട്ടുണ്ട്. മരുന്ന് കഴിക്കുന്നത് കൊണ്ട് നല്ല ബോഡി ചൂടാവും. അപ്പം അതിന് ഇതൊക്കെ ഉള്ളു വഴി. വെള്ളത്തിലിടാനാ പറയണത്. നമുക്കാണെങ്കിൽ കുളിക്കണത്, തുണി അനക്കണത് സംഭവം അവര് സംഭവം മറന്നു പോകുന്നതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ രാവിലെ കുളിച്ചു എന്നൊരു മെന്റൽ
തോന്നലാണ് തോട്ടാണത്. ഞാൻ ചെയ്തു എന്നൊരു തോട്ട്. ഉച്ചയ്ക്ക് കുളിക്കാറുള്ളൂ. പക്ഷെ ഉറങ്ങി പോകുന്നതും മറ്റ് ആ ഉറക്കത്തിന്റെ കറക്കവും എല്ലാം കൂടെ വെച്ചിട്ട് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കുളിച്ചു, അപ്പൊ ഇനി ഞാൻ കുളിക്കേണ്ട കാര്യമില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും എന്റെ കുഞ്ഞ് എവിടെ നിർബന്ധ ബുദ്ധിയില് വിളിച്ച് നിർബന്ധ ബുദ്ധിയിൽ വിളിച്ച് ഒരു കാര്യവും ചെയ്യാനോ ചെയ്യിപ്പിക്കാനോ പറ്റില്ല. പക്ഷേ വീട്ടിൽ നമ്മളെ കൂടെ ജീവിക്കുമ്പോഴത്തേക്കും അല്ലെങ്കിൽ പൊതുവെ ഡോക്ടറും പറയണത് അത് നോക്കി നിന്നാ കയ്യിൽ നിന്ന് പോവും. മാക്സിമം ജോലി ചെയ്യിപ്പിക്കുക, മാക്സിമം എന്തെങ്കിലും എൻഗേജ്ഡ് ആക്കുക, മാക്സിമം നമ്മൾ നിർബന്ധ ബുദ്ധിയിലാണെങ്കിൽ പോലും കുളിപ്പിക്കുക, നിർബന്ധ ബുദ്ധിയിൽ ഭക്ഷണം കഴിപ്പിക്കുക, മരുന്ന് കഴിപ്പിക്കുക. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിർബന്ധിച്ച് ഒന്നും ചെയ്യിക്കണ്ടെന്ന് പൊതുവെ ആൾക്കാർ പറയും. പക്ഷെ ഡോക്ടർമാർ പറയും എന്ന് വെച്ചാൽ അത് ഡോക്ടർമാർ പറയുന്നത് മരുന്നിന്റെ ഒരു ഭാഗമായിട്ടാണ്. അത് ഒരിക്കലും അവരോട് പറയുന്നത് കുറ്റമൊന്നല്ല. മനസ്സിലായില്ലേ? കിട്ടിപ്പോയി. ഇന്നലെ കിട്ടിയ അവളുടെ ടിൻഡുവിന്റെ അവസ്ഥയാ. അമ്മയുടെ ഞാൻ പറഞ്ഞ പന്തലക്കൂടെന്ന് പറയുന്ന സ്ഥലം പണ്ട് ഇങ്ങനെയൊന്നും ആയിരുന്നില്ല കേട്ടോ. നല്ല രസമായിരുന്നു. ഇപ്പൊ ഈ കാണുന്ന റോഡൊന്നും പണ്ടുണ്ടായിരുന്നില്ല. നല്ല രസം. ഇവിടെ കാണുന്ന 2 വീടുകളൊക്കെ പണ്ടുണ്ടായിരുന്നുള്ളൂ. നല്ല രസമായിരുന്നു. ഞാൻ മുന്നേ നമ്മുടെയൊക്കെ ചെറുപ്പകാലത്ത് ഫോണില്ല, ഇന്റർനെറ്റ് ഇല്ല, ഒരു കാര്യവും ഒന്നുമില്ല, ഫെസിലിറ്റി ഇല്ല. പക്ഷെ കൃത്യമായിട്ട് നമ്മൾ കട മറിച്ചിട്ടെങ്കിലും നമ്മുടെ ബന്ധുക്കളുടെ വീട്ടിൽ പോകുമായിരുന്നല്ലേ പണ്ട്. ഇപ്പൊ ആർക്കും തന്നെ സമയവും ഇല്ല, ആരും മെനക്കെടാറുമില്ല. പോകുന്നവരോടില്ല എന്നല്ല, പക്ഷെ ഇല്ല. ഇപ്പൊ എല്ലാവർക്കും ഫെസിലിറ്റി കൂടിയതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഇവിടെ സൈഡിൽ ഒരു ഒരു അമ്പലം ഉണ്ട് കേട്ടോ. താഴെയായിട്ട് കാണാനും പറ്റുന്നില്ലല്ലോ ഭഗവാനെ. ഇതേണ്ട പണ്ടല്ല, അമ്പലങ്ങളൊക്കെ പണ്ടേ ഉള്ളതാണ്. പക്ഷെ എങ്കിലും നല്ല രസമല്ലേ ഇതൊക്കെ. നൊസ്റ്റു ഞാൻ ഒറ്റയ്ക്കൊക്കെ വരുമായിരുന്നു ഒരിട വരെ. പിന്നെ കല്യാണങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വരാത്ത. എനിക്കിവിടെ കുറച്ച് വസ്തു ഉണ്ടേ. അപ്പോൾ വസ്തു ഇവിടെ ഇങ്ങനെ കിടപ്പുണ്ട്. കുഞ്ഞമ്മ വൃത്തിയാക്കിയൊക്കെ ഇടും. അതുകൊണ്ട് നമ്മൾ പിന്നെ കൂടെ നോക്കേണ്ട ആവശ്യമില്ല. മുന്നേ നമ്മളിവിടെ വരുന്ന സമയത്ത് വെളുപ്പാൻ കാലത്ത് ഇവിടെ ഒരു കുഞ്ഞു വീടായിരുന്നു, ഒരു പശുവൊക്കെ ഉള്ളൊരു വീടായിരുന്നു. ഈ വീട്ടിൽ വന്നിട്ട് നമ്മൾ പാല് വാങ്ങും, ഞാനും കുഞ്ഞമ്മയുടെ മക്കളും കൂടെയൊക്കെ. അന്ന് വെളുപ്പിന് 5-5:15 ആകുമ്പോൾ പാല് കിട്ടും. 5 കാലം അതിന് മുന്നേ കിട്ടും. കുഞ്ഞമ്മ വെളുപ്പിനെ വിളിച്ചോണത്തി പാലൊക്കെ വാങ്ങിപ്പിച്ച് ചായക്ക് ഇട്ട് അവിടെയൊക്കെ ഫുള്ളി കണ്ട നല്ല രസമില്ലേ. ഞാൻ പറഞ്ഞില്ലേ താഴെ കൊക്കയാ, കൊക്ക വേണ്ടോ. അങ്ങനെ നമ്മൾ കൊച്ചി എത്തി. അത് റബ്ബർ പാലെടുക്കുന്നടാ, റബ്ബറിൽ നിന്ന്. അതായത് നമ്മളെ റബ്ബറില്ലേ, നമ്മുടെ റബ്ബർ കൊണ്ടുള്ള പ്രോഡക്റ്റ്സ് ഒക്കെ അതൊക്കെ ഉണ്ടാക്കുന്ന ഈ മരത്തിൽ നിന്നാണ്. റബ്ബർ മരം. അത് ഏതാണ്ട് വെട്ടി പാലെടുക്കുന്നുണ്ടാ. വേണ്ട വൈറ്റ് കളറിൽ വരുന്ന സാധനമാണ് പാല്. അപ്പോൾ ഇതിനൊക്കെ പറഞ്ഞ് മനസ്സിലാക്കേണ്ട ഒരു ഗതികേടേ ഭൂമിയിലെ പ്രോഡക്റ്റിനെയൊക്കെ. അതേണ്ട അത് തന്നെ. ബാബാ കുഞ്ഞഞ്ഞ വാ, ഇങ്ങോട്ട് വാ. നിനക്ക് കുറച്ചുകൂടെ വലുതാകുമ്പോൾ പറഞ്ഞുതരാം. എൻ്റെ കുഞ്ഞമ്മ ഒരു വഴി പാട് നോക്കി. ഇതൊരു കുഞ്ഞ് ഇടതൂർന്ന വഴിയായിരുന്നേ. ഇപ്പോഴാണ് ഇങ്ങനെ ആയത്. ഇത് പാട പിടിച്ചിറങ്ങാൻ. അമ്മാമ്മയുടെ വീടാണ്. അമ്മാമ്മ ജനിച്ച സ്ഥലമാണ്. അമ്മാമ്മയുടെ കുടുംബ വീട്. വയറിൽ പിടിക്കല്ലേ. പണ്ടിങ്ങനെയൊന്നും ആയിരുന്നില്ല കേട്ടോ. പണ്ടൊരു കുഞ്ഞ് ഓലയിട്ട വീടായിരുന്നു. ഇപ്പോഴാണ് ഇങ്ങനെ ആയത്. ഇതാണ് അമ്മ കുടുംബ വീടാണ്. ഇവിടെ നിന്ന് കുടുംബ വീടുണ്ടായിരുന്നത്. പതുക്കെ തുണി നിങ്ങളാ തുണി അവർക്ക് വേണ്ടാന്ന്. അങ്ങനെ നമ്മുടെ അമ്മയുടെ അനിയത്തിയുടെ വീട്ടിലെത്തി. ഇതാണ് അമ്മയുടെ അനിയത്തി കുഞ്ഞമ്മ. ഇച്ചിരി പ്രായമായിപ്പോയി. അമ്മയെക്കാട്ടി ഏജ് തോന്നിക്കണല്ലേ, കുറച്ച് വയ്യായികയുണ്ട്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ സ്ഥലം. ഇങ്ങനെയൊന്നും ആയിരുന്നില്ലേ വീട്. പണ്ട് കുഞ്ഞു വീടായിരുന്നു. ഇപ്പം മോഡിഫൈ ചെയ്ത് ഇങ്ങനെ ആക്കിയതാ. മക്കളെ വീട്ടുകാര് അമ്മ അകത്ത് കയറിയട്ടെ. ഇനി അമ്മയെ കിട്ടൂല. ഇനി ഇവിടെ വന്നു കഴിഞ്ഞാൽ അമ്മയുടെ ആളായി. പിന്നെ നമുക്ക് ബന്ധമൊന്നുമില്ല. കുഞ്ഞൂസിന് ഇതൊക്കെ ഒരു ആദ്യത്തെ എക്സ്പീരിയൻസ് ആണേ.
ഇതാണ് എൻ്റെ പ്രോപ്പർട്ടി. പക്ഷേ ഞാനിങ്ങോട്ട് വരാറുമില്ല, നോക്കാറുമില്ല. കുഞ്ഞമ്മ അന്വേഷിക്കും, പറക്കും, വൃത്തിയാക്കിയൊക്കെ ഇടുന്ന വേണ്ട, വൃത്തിയാക്കി ഇട്ടിരിക്കുന്നുണ്ടല്ലേ. ഇതിങ്ങനെ കിടക്കും. നല്ല രസമാണ് ഇവിടെയൊക്കെ. വേണ്ട, പണ്ട് ഇതിലും നല്ല രസമായിരുന്നു. ഒരു തോടൊക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ട് അവിടെ തോടൊക്കെ ഉണ്ട്, കാണാൻ പറ്റുമോ? വേണ്ട, അത് തോടാണ്. നല്ല രസമാണ്. ഇതിനക്കരെ വേറെ ബന്ധുക്കളുടെ വീടുണ്ട്. ഈ തോടുകൂടി എപ്പോഴും ക്രോസ് ചെയ്ത് പോകും. പിന്നെ ഇവിടെ കാവുണ്ട്. നല്ല രസമാണ്. കുഞ്ഞി പിടിച്ചോ, ഇപ്പം പതുക്കെ പിടിച്ചോ, പതുക്കെ പിടിച്ചോ, പതുക്കെ പതുക്കെ പതുക്കെ. ഉമ്മൊന്നും കൊടുക്കില്ല, കടിച്ചു തരും. ചെന്ന് ചായ കുടിച്ചിട്ട് വാ. എന്താടാ? വീഡിയോ എടുക്കണേ. ചേട്ടൻ്റെ ഓ എന്ത് അവരെ കൊണ്ട് ആക്കിയാ? ഓ ആക്കി. ഞാൻ എന്തരന്ന് ഞാൻ പേടിച്ചോയി അമ്മേനെ തിരിച്ചു വരുള്ളൂ. തിരിച്ചു വരേണ്ടതല്ല. ആ പോട്ടെ, തൽക്കാലത്തേക്ക് ഞാൻ ക്ഷമിച്ചു. ഞാൻ രാവിലെ ഇങ്ങോട്ട് വരാം. എന്തിന്? നാളെ ഉപദ്രവിക്കാനാ? ഇങ്ങോട്ട് വരും. ശരി ശരി. നീ ചോറ് കൊടുത്താ? ശരി, ചോറ് ഒരു തരാം. ഓ ഇളക്കാം. ശരി, മുടി വരിക്കട്ട. ശരി എന്നാ, ടാറ്റോട്. ടാറ്റ.